ചിത്രപതംഗം. ഒരു ചലച്ചിത്രത്തിൻ്റെ ഭാഷ നിശ്ചയിക്കുന്നത് അതിൻ്റെ സംവിധായകനാണ്. ദൃശ്യഭാഷയ്ക്ക് മനസ്സിൻ്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങി രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയുന്നതെന്തോ അതാണ് ആ ചലച്ചിത്രത്തിൻ്റെ ആകെത്തുക. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ചിത്രപതംഗത്തിലെ അതിഥി പ്രിയപ്പെട്ട സംവിധായകൻ ദിൻജിത്ത് അയ്യത്താൻ. അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം. അക്ഷയ മണിപ്പള്ളിയെല്ലാം ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനത്തെ ഒരു ത്രെഡ് കിട്ടി. അതിനുശേഷം ഓക്കെ നമുക്ക് എന്തെല്ലാം ചെയ്യാം, അങ്ങനെ ഞങ്ങളുടെ ഡിസ്കഷൻ ചെയ്തു. ഞാനും സൻലേഷായിരുന്നു. സൻലേഷ് ഓരോ പോയിന്റ്സ് എഴുതുമ്പോൾ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യും. ഓക്കെ ഇങ്ങനെ വേണ്ട, അല്ലെങ്കിൽ ഇങ്ങനെ മതി, അങ്ങനെ അങ്ങനെ. ആദ്യത്തെ സ്റ്റോറി എന്നുള്ള ടോട്ടലി ഡിഫറെൻ്റ് ആയിരുന്നു. ഒരു നടിയുടെ ലൈഫായിരുന്നു അത്. അതിൽ നിന്ന് ഒരു ഘട്ടത്തിൽ മനസ്സിലായി ഇത് വർക്കൗട്ട് ആവും. അതിനുശേഷം നമ്മൾ പിന്നെയും മാറ്റി. പക്ഷെ അതായിരുന്നു ആദ്യത്തെ ത്രെഡ് നമ്മൾ ആസിഫിനോട് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ അതിനുശേഷം ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കി ഓക്കെ ഇതല്ല, ഇതിൻ്റെ ഇപ്പുറത്ത് വേറൊരു വശത്തിലാണ് നമ്മൾ പറഞ്ഞു പോകേണ്ടതെന്ന് മനസ്സിലാക്കി. അതേ ഡിസ്കഷൻ ആയിരുന്നു. പക്ഷേ ഇത് ഇവിടെ എത്തിയപ്പോൾ കിഷ്കിന്ദാണ് എത്തിയപ്പോൾ കോവിഡിന്റെ സമയത്തായിരുന്നു. അപ്പോൾ കോവിഡിന്റെ സമയത്ത് ബാവുൽ ഇങ്ങനെ പറയുന്നു, ഓക്കെ ഒരു ത്രെഡ് ഉണ്ട്, ഞാനത് എഴുതിയിട്ട് വരാമെന്ന് പറഞ്ഞു പോയതാണ്. അതിനുശേഷം എനിക്ക് അതിന്റെ സ്ക്രിപ്റ്റ് തരുന്നു, ഫസ്റ്റ് ഡ്രാഫ്റ്റ് തരുന്നു, ഞാൻ വായിക്കുന്നു, അങ്ങനെ പോയത്. അപ്പം ഞാൻ മോസ്റ്റ്ലി എൻ്റെതായിട്ടുള്ള ഒരു തോട്ട് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം എഴുതിയിട്ട് ആ തോട്ട് ഫസ്റ്റ് തന്നെ ഞാൻ എഴുതിയിട്ട് വെക്കും. ഇങ്ങനെ ഒരു ഈ തോട്ടും അതെന്ന് പറഞ്ഞാൽ പിന്നെ മറന്നു പോകും. ചില ഭയങ്കര നമ്മൾ രാത്രി ഉറങ്ങുമ്പോഴാണ് ഇങ്ങനത്തെ തോട്ടെല്ലാം വരുക. എനിക്ക് ഇങ്ങനെ പല പ്രാവശ്യം ഉണ്ട്. അപ്പം തന്നെ ഞാൻ നേരെ എണീറ്റിട്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ എഴുതി വെക്കും. മോസ്റ്റ്ലി ഇപ്പം ടൈപ്പ് ചെയ്യാറാണ്. നമ്മളൊരു തോട്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു ഇത് വെച്ചിട്ട് അതിലിങ്ങനെ പെട്ടെന്ന് കിട്ടുന്നൊരു പേര് ഒരു ടൈറ്റിൽ വെച്ചിട്ട് അങ്ങനെ എഴുതിയിട്ട് പോകാറുണ്ട്. അല്ലെങ്കിൽ ഈവൻ ഇമേജസ് എല്ലാം കിട്ടിയാൽ നമുക്കൊരു തോട്ട് വരും. ഇപ്പം അതെനിക്ക് എപ്പോഴും അനുഭവപ്പെടുന്നു. പല ഇമേജസ് ഇങ്ങനെ കാണുമ്പോൾ ഏതെങ്കിലും ഒരു ഇമേജസിൽ നമുക്കൊരു ഒരു കഥ വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ ചില പടങ്ങൾ കാണുമ്പോൾ ഇപ്പോൾ ഇംഗ്ലീഷ് ഫോറിൻ മൂവീസ് എല്ലാം കാണുമ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഒരു എലിമെന്റ് ഏതെങ്കിലും ഒരു എലിമെന്റ് ആയിരിക്കും. അല്ലാണ്ട് അത് ടോട്ടൽ കഥയായിട്ട് അതായിരിക്കില്ല, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആയിരിക്കും. എന്തെങ്കിലും ഒരു സാധനം ഇങ്ങനെയും ആയാൽ എങ്ങനെയുണ്ടാവും അതും എഴുതി വെക്കാറുണ്ട്. അപ്പം ഞാൻ എഴുതി വെക്കുമ്പോൾ നമ്മളിങ്ങനെ എഴുതി വെക്കുക, അത് പിന്നെ അത് മറന്നുപോയി. ചില സമയം ചില സാധനങ്ങൾ അങ്ങ് വിട്ടുപോകും. പിന്നെ കുറേ കാലത്തിന് ശേഷമായിരിക്കും ചില സമയം ഞാനിങ്ങനെ തോട്ട്സ് എല്ലാം നോക്കുമ്പോൾ ഏതെങ്കിലും തോട്ട് ഇപ്പോൾ നമ്മളൊന്ന് എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ വേറൊരു ടീമാണ്. അപ്പോൾ അവർക്ക് ഞാനൊരു തോട്ട് മുന്നേ സംസാരിച്ച തോട്ട് എനിക്ക് ഇപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിങ്. അന്ന് അത് എവിടെയോ ഒരു ബ്ലോക്കായി പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് അതിൻ്റെ തോട്ടിലേക്ക് നെക്സ്റ്റ് പോകാൻ പറ്റിയിട്ടില്ല. പക്ഷേ അതിപ്പോൾ ഞാൻ അത് ആലോചിച്ചപ്പോൾ എനിക്ക് അവിടെ ഒരു പോയിന്റ് കിട്ടി. അത് അത്രയും കാലം എടുത്തു, അന്ന് ഞാൻ ആലോചിക്കാത്തതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇപ്പോൾ അത് ആലോചിച്ചപ്പോൾ അവിടെ ഒരു പോയിന്റ് കിട്ടിയപ്പോൾ ഞാൻ അത് നമ്മൾ റൈറ്റേഴ്സിൻ്റെ കൂടെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, ചേട്ടാ ഇങ്ങനെയും അത് നന്നായിട്ടുണ്ടല്ലോ, ഇതിന് പറ്റുമല്ലോ, വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ ഇപ്പോൾ ഒരു സബ്ജക്റ്റ് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ എല്ലാം നമ്മൾ ഫ്രീ മൈൻഡായിട്ട് ഇരിക്കുക എന്നുള്ളത്. നമ്മുടെ കയ്യിൽ ഒരു 5-10 തോട്ട്സുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അതിങ്ങനെ വർക്കൗട്ട് ആവുന്നു. ചിലതെല്ലാം നമ്മൾ എഴുതിയിട്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്കത് പിന്നെ അതിന് ഇൻട്രസ്റ്റ് പോകുന്നില്ല. അങ്ങനെയെല്ലാം ഉണ്ട്. ചില തോട്ട്സ് നല്ലതായിരിക്കും, പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എനിക്കത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ആൾക്കാരുടെ എക്സ്പെക്ടേഷൻ വേറെയായി. അപ്പൊ എല്ലാവരും ഇപ്പം ചോദിക്കുന്നതാണ് ഈ പടത്തിന് ചേട്ടാ തന്നത് നന്ദിനെന്ന് പറഞ്ഞിട്ടാണ് ഇതിന് മേലെ നിൽക്കണം. അടുത്ത അവരുടെ തോട്ടിൽ എന്ന് പറഞ്ഞാൽ ഇനിയും ഞാൻ ചെയ്യുന്നത് വേറൊരു വ്യത്യസ്തമായിട്ടുള്ള പടമായിരിക്കണം എന്നുള്ള വെയിറ്റിംഗ് ആണ്. അപ്പൊ എനിക്ക് പക്ഷെ അത് ഭയങ്കര ബേർഡനാണ്. അതിനൊരു സൂത്രമുണ്ട്, ഇതിന്നല്ലാത്ത ജോണർ പിടിക്കാന്നുള്ളത്. ആലോചിച്ചു, സേഫ് സൈഡ് ഇതേ ജോണർ പിടിക്കുക, സേഫ് സൈഡ് എന്താ പറഞ്ഞാൽ ഇതേ ജോണർ പിടിക്കുക, ഇതിന്റെ ഒപ്പത്തിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഫസ്റ്റ്. അത് സേഫ് സൈഡാണ്. അത് അങ്ങനത്തെ സാധനം തന്നെയാണ് ഇപ്പൊ ചെയ്യുന്നത്. പക്ഷെ വേറെ തോട്ടുണ്ട്, അതും ഞാൻ റൈറ്റിംഗ് പ്രോസസ്സിലാണ്. പക്ഷേ ഒരു ടെൻഷൻ ഉണ്ട് ഉള്ളിൽ. എന്താ പറഞ്ഞാൽ ആൾക്കാർ, പക്ഷെ ഞാൻ റീസെന്റ് അന്ന് ജിത്തു ജോസഫ് എല്ലാം അന്ന് ചെയ്ത പോലെയാണ്. നമ്മുടെ ദൃശ്യവും മെമ്മറീസ് കഴിഞ്ഞ ദൃശ്യം ചെയ്തു, അതിനുശേഷം ഊഴം അങ്ങനെ ഏതോ 2 പടം ചെയ്തു. ടോട്ടലി ഡിഫറെന്റ്. ഊഴത്തിന് ശേഷം ടോട്ടലി ഡിഫറെന്റ് ഒരു കോമഡി നമ്മുടെ ഇതായിട്ടുള്ള ഒരു സാധനം ചെയ്തു. എനിക്ക് തോന്നുന്നു അന്ന് അവരും അതേപോലെ ചിന്തിച്ചിട്ടില്ല. എന്തൊക്കെ ഒന്ന് ഷിഫ്റ്റ് ആക്കി ആൾക്കാരെ ഒന്ന് മൈൻഡ് ഒന്ന് റീസെറ്റ് ചെയ്തിട്ട് നമ്മൾ ചലച്ചിത്രത്തിൽ എപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അപ്ഡേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ
അപ്ഡേഷന് വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്? ഇപ്പോൾ ചെയ്യുന്ന വർക്കുകൾ എന്താണ്? ഇപ്പോൾ വായന ഉണ്ടാവുക, അല്ലെങ്കിൽ പുതിയ ടെക്നിക്കൽ? ഓരോ സമയവും ഇപ്പം ഞാനൊരു CG ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് ഇത് കുറച്ചും കൂടിയും അറിയുന്ന ആളാണ്. അപ്പോൾ ഓരോ AI വരുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്, ഓക്കെ ഇത് ഇപ്പോൾ ഇവർ കഴിഞ്ഞ ഒരു കൊല്ലം മുന്നേ AI ഒരു ക്ലിപ്പിന് ശേഷം നെക്സ്റ്റ് ക്ലിപ്പ് നമുക്ക് കണ്ടിന്യൂറ്റി പ്രശ്നമായിരുന്നു. ഇപ്പൊ അതും മാറി. അത് അപ്പോഴേ തന്നെ എനിക്ക് മനസ്സിലായി, ഓക്കെ ഇത് വിത്തിൻ 2-3 months കൊണ്ട് അതും മാറുന്നു. നോക്കുമ്പോ ഇപ്പം പുതിയ പടങ്ങളാണ് വരുന്നത്. AI മൂവി ലോഞ്ച് ചെയ്യുമ്പോൾ ഒരു 3 മിനിറ്റ് 3 മിനിറ്റില ഈവൻ ഹോളിവുഡിലെ അത് ഫുള്ളായി. ഇപ്പം ഇന്ത്യൻ മൂവി ഇപ്പൊ ഒന്ന് ഇറങ്ങാൻ പോകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ വാസ്റ്റായിട്ട് അത്രയും ഫാസ്റ്റ് മൂവിങ്ങാണ് ടെക്നോളജി. അപ്പോൾ ഞാനിപ്പോൾ ഫ്രണ്ട്സിനോടെല്ലാം പറയും, നമുക്കടാ ഇതും പഠിക്കണ്ടേ, നാളെ ഒന്നുമില്ലെങ്കിൽ ഇതെങ്കിലും അറിയാൻ പറ്റുന്ന രീതിയിലാവണം എന്നുള്ള രീതിയിൽ അപ്ഡേറ്റ് ചെയ്തില്ലേ പണിയാണ്. അടുത്ത ജനറേഷൻ ഇത് അവര് അക്സെപ്റ്റ് ചെയ്ത് അവര് അത് കാണാൻ വേണ്ടി ഇരിക്കുക. അതെ നമ്മൾ അപ്ഡേഷൻ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഔട്ടാണ്. അത് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്, അപ്ഡേഷൻ ചെയ്യണം. ഞാനതാണ് എനിക്ക് മൂവിയിലും കേട്ടി ഒന്ന്. ഈ പഠനം എങ്ങനെയാണ്? ഈ സിനിമ പഠനം എന്തായിരുന്നു? ബേസിക്കലി എന്തായിരുന്നു സിനിമ പഠിത്തം? ഞാൻ പഠിച്ചത് ഞാൻ ആക്ച്വലി ആനിമേഷൻ മോർ ഓഫ് ലൈക്ക് ഇത് തന്നെയാണ്, ഫിലിം മേക്കിങ്ങിനാണ്. ലൈക്ക് നമ്മൾ കമ്പ്യൂട്ടറിൽ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ ആക്ടറിങ് നമ്മൾ തന്നെയായിരിക്കും, ക്യാമറമാനും നമ്മൾ തന്നെയായിരിക്കും, ക്രിയേറ്റ് ചെയ്യുന്ന ടോട്ടൽ മോഡലിംഗ് എന്നെല്ലാം പറയും. ഇങ്ങനെ ഓരോ സംഭവം മൂവ്മെന്റും എല്ലാം നമ്മൾ തന്നെയാണ് കൊടുക്കുന്നത്, അതിന് ലൈഫ് കൊടുക്കുന്നത് നമ്മൾ തന്നെയാണ്. അപ്പോൾ ഇതിലുള്ള ഒരു നോളജ് ഉള്ളത് കൊണ്ട് ഫ്രെയിം ടു ഫ്രെയിം വരയ്ക്കും ചെയ്യും. അപ്പോൾ വരച്ചിട്ട് ഫസ്റ്റ് ഫ്രെയിം വരച്ചിട്ട് അതിനനുസരിച്ച് നമ്മൾ 3Dയിൽ ക്യാരക്ടറിനെ പ്ലേസ് ചെയ്യും, കോറിയോഗ്രാഫി ചെയ്യും, സ്റ്റേജിങ് എന്ന് പറയും, ബ്ലോക്കിംഗ് ചെയ്തിട്ട് അതിന് ശേഷം ആനിമേഷൻ ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രോസസ്സ് നമ്മൾ അപ്പോഴേ എഡിറ്റിംഗ്, ആനിമേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ വെച്ചിട്ട് അത് ഫൈനൽ എഡിറ്റിംഗ് ആയിരിക്കും. അത് ഈ ഫിലിമിന് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാം കഴിഞ്ഞിട്ടാണ് എഡിറ്റിലേക്ക് പോകുന്നത്. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ലോക്ക് ചെയ്ത് വെക്കും സീൻസ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ബ്ലോക്കിംഗ് സ്റ്റേജിൽ തന്നെ നമ്മൾ ഇതിന്റെ ഫ്ലോവും മ്യൂസിക്കെല്ലാം ചില വിട്ടിട്ട് നോക്കും, അതിന്റെ ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ഫുൾ ചെയ്തിട്ട് പിന്നെ ബുദ്ധിമുട്ടായിരിക്കും പറ്റില്ല. അപ്പൊ അങ്ങനത്തെ എല്ലാം അറിയുന്നത് കൊണ്ടാന്ന് തോന്നുന്നു ഇതെല്ലാം കുറച്ച് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നു. ഈസി എന്നല്ല, ടഫ് തന്നെയാണ്. പക്ഷെ നമ്മൾ പഠിച്ചിട്ട് വരുന്നു, അപ്ഡേറ്റ് ചെയ്യുന്നു. അതെ, ഒരു ഫിലിം മേക്കിംഗ് ഏതൊക്കെ രീതിയിലാവണമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഉത്തരം? ഇമോഷൻസ് ഉണ്ടാകുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കണം, അതിന് ഇമോഷണൽ ആർക്ക് ഉണ്ടായിരിക്കണം. അത് ഒരു ക്യാരക്ടർ ആർക്കിൽ അതാണ് എന്നെ എപ്പോഴും ഹോണ്ട് ചെയ്യുന്ന സാധനം. സിനിമ തന്നെ ഏകദേശം ഒരു 40%, 40% ഇമോഷൻ വരണം എങ്കിലേ അത് കാര്യമുള്ളൂ. പിന്നെ എപ്പോഴും പ്ലോട്ടിന് ഒരു വ്യത്യസ്തത ഉണ്ടാവണം. നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിന് ഒരു വ്യത്യസ്തത ഉണ്ടാവണം. ഇപ്പം ഞാൻ പല ഇതിലും പറയുന്നുണ്ട്, എന്താണ് ഇപ്പോഴത്തെ കാലത്ത് ഒരു ടൈറ്റിൽ മുതൽ ഒരു പോസ്റ്റർ മുതൽ ആളുകൾ ഇമ്പോർട്ടൻ്റാ. അത് എത്രത്തോളം അവരെ ഹൂക്ക് ചെയ്യാൻ പറ്റും നമ്മൾ പടത്തിലേക്ക് ഇന്നാക്കുകയാണ്. അത് അവിടെ മുതൽ നമ്മൾ ഇന്നാക്കുകയാണ്. കേട്ടിട്ടില്ലേ ഈ ടൈറ്റിൽ ഇല്ലാത്തോണ്ട് സിനിമ കാണാൻ പോയിട്ടില്ല, ടൈറ്റിൽ പൊട്ടയാണ്. അങ്ങനത്തെ പറയുന്ന കാലഘട്ടം. പക്ഷെ ഇപ്പൊ എല്ലാവരും പറയുന്ന എക്കോയാണ് ഏറ്റവും ബെസ്റ്റ് ടൈറ്റിൽ. എക്കോയുടെ പേരുകൾ പല ലാംഗ്വേജിൽ പല മീനിങ്ങുകളും, ആ മീനിങ്ങുകളിലും നമ്മൾ റിലേറ്റ് അങ്ങനെ അത് നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് പേരാണ് നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്നത്. സിനിമ കാണുന്ന ഒരു പ്രേക്ഷകൻ ആദ്യത്തെ നമ്മൾ വിചാരിക്കുന്നത് ഇന്റർവെൽ വരെ കുഴപ്പമില്ലാതിരിക്കും. സെക്കൻഡ് ഹാഫ് എന്തെങ്കിലും പ്രശ്നം പറ്റിയ സിനിമ മൊത്തം പോക്കാണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവും. എങ്ങനെയും സെക്കൻഡ് ഹാഫ് എന്ത് ചെയ്യണം, ശരിയാക്കാൻ നോക്കണം. സത്യമാണ്. സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫ് ഒരു നോർമലായിട്ട് ഓക്കെ ആ ഒരു സ്ഥലം നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, ആ എസ്റ്റാബ്ലിഷ് ലോകത്തേക്ക് ഇന്നാക്കുന്നു. അത് കുറച്ച് ലാഗ് ഉണ്ടായാലും പ്രശ്നമില്ല. പക്ഷെ അത് തീർന്നാ പോയി അത് പെർഫെക്റ്റ്. അതൊക്കെ അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടൊക്കെ ആയിരിക്കും അല്ലോ ചെയ്യുന്നത്, അല്ലേ? ശരിയല്ലേ? 100%. നമ്മൾ എന്തായാലും വായിക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നുമല്ലോ ഇതെവിടെ നമ്മുടെ ഗ്രാഫ് പോകുന്നു എന്നുള്ള അത് തോന്നുമല്ലോ. നമ്മൾ അത് ഒരു അനലൈസ് ചെയ്യും. ഇങ്ങനെ ഇവിടെ കുറച്ചും കൂടി അപ്പാക്കിയിട്ട് നല്ലതാണ്, അല്ലെങ്കിൽ ഇവിടെ കുറച്ച് സീൻസ് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ഉണ്ടാവണം, അങ്ങനെ തോന്നാറുണ്ട്. അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് മാറ്റാം. പിന്നെ ബാഹുലിൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ബാഹുലിൻ്റെ ഒരു റൈറ്റിംഗ് പാറ്റേണേ ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് ഏത് ഒരു സീനിന്റെ ഇപ്പൊ ഒരു സീനിൽ ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്, ആ ഡയലോഗിന്റെ കണ്ടിന്യൂറ്റി ഡയലോഗ് ചില സമയം ഒരു 3-4 സീനിന് അപ്പുറത്ത് വരും. ഓക്കെ, അപ്പോൾ എല്ലാത്തിലും പൂർണ്ണതയോടെ
തീരില്ല ചില കാര്യങ്ങൾ കണക്ട് ചെയ്ത് കൊണ്ടാവും. അപ്പൊ ഈ ഡോട്ട് ഇങ്ങനെ കണക്ട് ചെയ്യുന്നതുകൊണ്ട് അവന്റെ ഒരു റൈറ്റിംഗ് പാറ്റേൺ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്. ഒരു കുര്യച്ചനെ പറ്റി ഒരാൾ പറയുന്നതല്ല, അത് പല ആൾക്കാരും പറഞ്ഞിട്ടില്ലാണ് കുര്യച്ചൻ പഴയ. അത് ഭയങ്കര ഫ്ലോയിലൂടെ അവൻ പറയുകയും ചെയ്യും, നമുക്ക് ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ അത് പറഞ്ഞു പോകും. അതെല്ലാം അവൻ്റെ ഒരു റൈറ്റിങ്ങിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് പാറ്റേൺ. അത് ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആകുന്നുണ്ട് എന്നാണ് ഞാൻ സർഗാത്മക ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നല്ല ടെക്നീഷ്യന്മാരെയും കൂടെ നിൽക്കാൻ കുറേ ആൾക്കാരെയൊക്കെ കിട്ടിയെന്നുള്ളത്. ഒരു സംഘത്തെ രൂപീകരിക്കാൻ എത്ര വർഷം വേണ്ടി വന്നു സത്യം പറഞ്ഞാൽ ഈ കരിയറിൽ? അല്ല, ഇപ്പൊ ബാഹുലാണെങ്കിൽ ബാഹുല എനിക്ക് അക്ഷയമണിപ്പുള്ള മുതലുള്ള പരിചയം. അദ്ദേഹം അതിലുണ്ടായിരുന്നു അല്ലേ? ക്യാമറമാൻ, അതിൽ ക്യാമറ ആയിരുന്നു. ശരിയാ, ക്യാമറമാൻ വന്ന് ഒരു ഫ്രണ്ട്ഷിപ്പായി. അതിൻ്റെ ഇടയ്ക്ക് നല്ല അസോസിയേറ്റ് ആൾക്കാർ ഒപ്പത്തിനൊപ്പം ഉണ്ട്. അതേപോലെ ഇപ്പോൾ മുജീബ് ആണെങ്കിൽ കിഷ്കിന്ദ കാണുന്ന ഹിറ്റായതിനു ശേഷം പിന്നെ മുജീബ് വിട്ടുപോയിട്ടില്ല, ഭയങ്കര ഫേമസ് ആയി. നമുക്ക് ഒരു എപ്പോഴും മുജീബിലൂടെ വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. എന്നാൽ മുജീബ് അത്രത്തോളം ടാലൻ്റ് ഉണ്ട്. അന്ന് കിഷ്കിന്ദയുടെ മുന്നേ അവൻ പല ഇതും ചെയ്തിട്ട് ആരും അറിഞ്ഞിട്ടില്ല, പല പ്രോജക്റ്റ് ചെയ്തിട്ട്. പക്ഷെ കിഷ്കിന്ദ കാണണം എനിക്ക് തോന്നുന്ന അവനൊരു വലിയൊരു ടേണിംഗ് പോയിന്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെയുള്ള ഓരോരാൾ നമ്മളിപ്പോൾ ടീമിന് നമ്മളെ സ്വന്തം എന്ന് പറയാൻ പറ്റുന്ന ആൾക്കാർ ഇങ്ങനെ ഓരോരാളെ ഇങ്ങനത്തെ ഇപ്പോൾ വിഷ്ണു ആയിട്ടുള്ള ഇപ്പോൾ ഒരു വർക്കേ ചെയ്തിട്ടില്ല, പക്ഷെ ഭയങ്കരമായിട്ട് റാപ്പായി. ലൈക്ക് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓക്കെ എന്താണ് അത് ചില സമയം അത് സെയിം ഒരു വേവ് ലെങ്ത് അവനോട് ഇഷ്ടം, അവൻ്റെ വർക്കിനോടുള്ള ഇഷ്ടം അതെല്ലാം ആയിരിക്കാം കാരണം. അപ്പോൾ ഇങ്ങനെ ഒരു ടീം നമുക്കുണ്ടെങ്കിൽ ധൈര്യത്തോടെ നമുക്ക് ഓക്കെ നെക്സ്റ്റ് പ്രോജക്റ്റ് ഏത് രീതിയിലും ചെയ്യാം. പക്ഷെ അതില്ലെങ്കിലാണ് നമ്മൾ ടെൻഷനും. എന്താ പറഞ്ഞാൽ ചില ഇപ്പോൾ ഫസ്റ്റൊക്കെ എന്താന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ടായിട്ട് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ അവർ തന്നെ ഒരു ഇതിടും, ബഡ്ജറ്റ് ഇടും. ആ ബഡ്ജറ്റിൽ ഒതുക്കാനായിട്ട് ഇവർ ഓരോ ടെക്നീഷ്യൻസിന് പൈസ കുറച്ചിട്ടാണ് ഇടുക. ലൈക്ക് ഓക്കെ ഇത് ഇത്ര കൊടുക്കാം. അപ്പോൾ ഏതെങ്കിലും ടെക്നീഷ്യൻ നമ്മൾ വിചാരിക്കുന്ന ടെക്നീഷ്യനാണ് വേണമെന്ന് വിചാരിച്ചാൽ ചില ദിവസം ആ ടെക്നീഷ്യൻ കൂടുതൽ സാലറി വാങ്ങിക്കുന്ന ആളായിരിക്കാം. അപ്പോൾ ഇവർക്ക് അത് പറ്റില്ല. അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ അഡ്ജസ്റ്റ് എന്താണ് നമ്മളൊരു മൊത്ത സിനിമയെ ബാധിക്കുന്നതാണ്. അത് ചില ദിവസം പ്രൊഡക്ഷൻ്റെ പ്രൊഡ്യൂസേഴ്സ് ചില ദിവസം ചിന്തിക്കാറില്ല. പ്രൊഡ്യൂസർ എന്താ ചിന്തിക്കുന്നത് ഓൺലി ആക്ടറിന്റെ നല്ല വാല്യൂ. പക്ഷേ ഇതെല്ലാം ഈ ടെക്നീഷ്യൻസ് നല്ല ടെക്നീഷ്യൻ എടുത്തിട്ടുണ്ടെങ്കിൽ ടോട്ടൽ പടത്തിനുള്ള സക്സസ്. അതിന്റെ ഓരോ മൈന്യൂട്ട് കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൊഡക്ഷനെ കുറിച്ച് പറഞ്ഞില്ല. ആദ്യം ഈ പ്രൊഡക്ഷനിലേക്ക് പോകുമ്പോഴത്തേക്ക് എങ്ങനെയായിരുന്നു അതിനെ അപ്രോച്ച് ചെയ്തത്? ഇവർക്ക് ഈ സിനിമ വർക്കായോ മനസ്സിലായോ? സത്യം പറഞ്ഞാൽ നിങ്ങൾ പ്രൊഡ്യൂസർക്ക് ഇത് എങ്ങനെ പറഞ്ഞാലും മനസ്സിലാവില്ല ആദ്യം. അതാണ് ഒരു വലിയ പ്രശ്നം. ഈ കിഷ്കിന്ദ എന്നൊക്കെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിയെന്ന് ഒരു പിടിയുമില്ല. കാരണം നിങ്ങൾ വിഷ്വലില്ല കളിക്കുന്നതല്ല. ഇതിലും അതുപോലെ തന്നെയാണ്. കക്ഷിയമ്മണിപ്പുള്ള കുഴപ്പമില്ല, അതിനങ്ങനെ മാറ്റി വയ്ക്കാം. പക്ഷേ അതിലൊരു കഥ ഇങ്ങനെ പറഞ്ഞു പോകാനുള്ള ഒരു പാരലൽ മെത്തേഡ് ഉണ്ട്. പക്ഷെ ഇതിൽ ഈ വിഷ്വൽ ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതാണ് ഇപ്പം നമ്മൾ പ്രൊഡ്യൂസർമാരെ കാണുമ്പോഴത്തേക്ക് വിഷ്വൽ ശരിയായില്ല. എങ്ങനെയാണ് ഇത് അപ്രോച്ച് ചെയ്തത്? ആക്ച്വലി അതാണ് ഈ ഇപ്പോൾ എക്കോനെ എടുത്താൽ ഞാൻ ആക്ച്വലി നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ വിചാരിച്ചത്, ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും. പക്ഷെ ഒരു ഘട്ടത്തിൽ മനസ്സിലായി ഓക്കെ ഇത് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ക്രിയേറ്റീവ് ആൻഡ് രണ്ട് തരത്തിലാണ്, അതിലേക്ക് കയ്യിൽ നിൽക്കില്ല എന്ന് ഒരു ഘട്ടത്തിൽ തന്നെ ഞാനത് സ്റ്റോപ്പ് ചെയ്തു. അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് തന്നെയാണ്, വേറൊരു ഫ്രണ്ട് ജയറാം എന്ന് പറഞ്ഞിട്ട്, ജയറാം ചെന്നൈ ബേസ്ഡ് ആണ്, ഞാനും ചെന്നൈ ബേസ്ഡ് ആണ്. അപ്പോൾ ചെന്നൈയിൽ തന്നെ എൻ്റെ ഫാമിലി ആണ് അവൻ. അപ്പോൾ അവന് കുറേ കാലങ്ങളായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ട് നമ്മളോട്, എന്നോടുള്ള ഒരു വിശ്വാസമുണ്ട് ഒരു പടം ചെയ്യാന്ന്. അപ്പോൾ അങ്ങനെ ജയറാം പറഞ്ഞു ഓക്കെ ഞാൻ റെഡിയാണ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ റെഡിന് ശേഷം ജയറാമിന് ഇത് ജയറാം ടോട്ടലി നമ്മളെയാണ് വിശ്വസിക്കുന്നത്, അല്ലാതെ ഈ സ്ക്രിപ്റ്റ് എന്ത് എന്നൊന്നും ബോധമല്ല. ആ വിശ്വാസം നമുക്ക് ഭയങ്കര ഉപകരിച്ചു. ഇത് വേറൊരു പ്രൊഡ്യൂസർ ആണെങ്കിൽ പറ്റില്ല, അവര് അയ്യോ ഇതെല്ലാം എങ്ങനെയാണ് ഇത് വർക്കൗട്ട് ആവുക എന്നുള്ള ചോദ്യമായിരിക്കും. ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് പെട്ടെന്ന് ആൾക്കാരിലേക്ക് എത്തുമോ, അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ അത് ജയറാം അത് ഭയങ്കര ഈസിയായിട്ട് നമ്മളെ ഒരു വിശ്വാസത്തിൽ പടം ചെയ്തു. ഇപ്പൊ ഹാപ്പിയാണ്. ഇപ്പൊ പല ആൾക്കാരും പ്രൊഡ്യൂസറോട് ചോദിക്കും നിങ്ങളിങ്ങനെ ഈ പടം അക്സെപ്റ്റ് ചെയ്തു. അതാണ് ഞാൻ പറയുന്നത്, യൂണിവേഴ്സൽ ഒരു ബ്ലെസ്സിങ് ഉണ്ട്. എല്ലാ രീതിയിലും എല്ലാരെയും ഒരുമിച്ച് കിട്ടുക എന്നുള്ളത് കറക്റ്റായിട്ട് വന്നു. കുറച്ച് കഷ്ടപ്പാടുണ്ടായിരുന്നു, എന്നാൽ കൂടെ എല്ലാ രീതിയിലും നമുക്ക് ഇത്. പക്ഷെ എക്കോ പെട്ടെന്ന് നടന്ന ഒരു പടമല്ലേ? പെട്ടെന്ന് ആക്ച്വലി മറ്റേ പടം കിഷ്കിന്ദയ്ക്ക് കുറച്ച് ഇതുണ്ടായിരുന്നു. അതന്നെ കിഷ്കിന്ദാണ്ടത്തിന്റെ മുന്നേ എഴുതിയൊരു സബ്ജക്റ്റ് ആയിരുന്നു. പക്ഷെ കിഷ്കിന്ദാന്റെ ഷൂട്ട് കുറച്ച് ഡിലേ ആയി. കിഷ്കിന്ദാണ്ട് ഓണായി, കിഷ്കിന്ദാണ്ട് ഷൂട്ട് ഡിലേ ആയി. ഈ സമയത്താണ് എനിക്ക് സ്ക്രിപ്റ്റ് ബാവുല് തരുന്നത്.
അപ്പോൾ നമ്മളെ പ്ലാൻ എന്ന് പറഞ്ഞാൽ കിഷ്കിന്താണ്ട് അപ്പം തന്നെ നമ്മൾ ഇത് ഓണാക്കാൻ ട്രൈ ചെയ്തു. എന്ന് പറഞ്ഞാൽ കിഷ്കിന്താണ്ട് എന്തായാലും ഷൂട്ട് തുടങ്ങും, കുറച്ച് ഡിലേ ആയിക്കൊണ്ടിരിക്കും. ആ സമയത്ത് കുറച്ചൊന്നും സ്പെയർ ടൈം ഉണ്ടാവില്ല. ആ സമയത്ത് നമ്മൾ ഓക്കെ ഇതിനെ ലോക്കാക്കി ഷൂട്ട് കഴിഞ്ഞ് അത് ഹിറ്റായി. അപ്പം തന്നെ നമ്മൾ ഓക്കെ ഈ ബാക്കിയുള്ള ഡേറ്റും കാര്യങ്ങളും ഫിക്സ് ചെയ്തു. അതുകൊണ്ട് ആ ഒരു സെയിം ടൈം ഈ ഷൂട്ടിന്റെ ടൈമിൽ തന്നെ പ്രോസസ്സ് നടന്നുകൊണ്ട് ഇത് ഒപ്പം നടന്നു. ഇപ്പോൾ അതുമല്ല നമ്മൾ പിന്നെ ആരോടും ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. എന്താണ് കുറച്ച് അത് ഹൈഡ് ചെയ്തിട്ട് വെച്ചു. എന്ന് പറഞ്ഞാൽ ഇതിനെ ഒരു ദിവസം പെട്ടെന്ന് നമ്മൾ ഇത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫ്രഷ്നെസ് ഇല്ലേ, അത് അങ്ങനെ ആയിക്കോട്ടെ. അല്ലാതെ നമ്മളിത് തുടങ്ങുമ്പോൾ തന്നെ അതിനെപ്പറ്റി എല്ലാവരും അറിഞ്ഞു അങ്ങനെയെല്ലാം വരുമ്പോൾ അതിൻ്റെ ഒരു ഫ്രഷ്നെസ് എവിടെയോ പോകുന്നുള്ള തോന്നിയുകൊണ്ട് നമ്മൾ കുറേ എല്ലാം കഴിഞ്ഞിട്ട് ടൈറ്റിൽ റിവീലേഷൻ്റെ സമയത്താണ് ആൾക്കാർ ഇത് കാണുന്നത്. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കുന്നത് ഷൂട്ട് തുടങ്ങാൻ പോകുന്നതാണ്. ഇല്ല, ഷൂട്ട് പോസ്റ്റ് പ്രൊഡക്ഷൻ ഇപ്പോൾ റിലീസാന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഷോക്കായി. പക്ഷേ ഇതിൻ്റെ മാർക്കറ്റിംഗ് അത്ര നടത്തിയിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലാക്കുന്നു. കാരണം ഇതിൻ്റെ മാർക്കറ്റിംഗ് ഒക്കെ കൂടുതൽ നടത്തിയിരുന്നു. മാർക്കറ്റിംഗ് ആവശ്യത്തിനുള്ള മാർക്കറ്റിംഗ് ചെയ്തിരുന്നു. പക്ഷെ അങ്ങനെ വലിയ രീതിയിലുള്ള മാർക്കറ്റിംഗ് ആവശ്യമില്ല എന്ന് തോന്നിയിട്ടുണ്ട്. ലൈക്ക് ഇതെന്തായാലും ഒന്നറിയപ്പെടുന്ന കിഷ്കിന്താണ്ടൻ ടീമിന്റെ എന്നുള്ള ഒരു ടാഗ് ഉണ്ട്. അപ്പോൾ അത് തന്നെ അതൊരു മാർക്കറ്റിങ്ങിന്റെ ഒരു ഇതാണ്. അപ്പോൾ അതിനുശേഷം പിന്നെ ഓക്കെ സന്ദീപിന്റെ ഇപ്പോഴത്തെ ആ സമയത്ത് ജിംഖാനി ഇതെല്ലാം കഴിഞ്ഞിട്ടില്ല, അത് ഒരു നല്ലൊരു ഘടകമായിരുന്നു. അതെല്ലാം ആ രീതി തന്നെ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ വലിയ രീതിയിലൊക്കെ ഇത്രയും വലിയൊരു ബഡ്ജറ്റിൽ ചെയ്തിട്ടില്ല. ഈ സന്ദീപിലേക്ക് എങ്ങനെയാ എത്തിയത്? സന്ദീപ് അവന്റെ ഒരു പടം കണ്ടിട്ടാണോ എങ്ങനെയാ എത്തിയത്? സന്ദീപിനെ നമ്മൾ ഫാലിമിൽ തന്നെ, അതേപോലെ ബാഹുല് അന്താക്ഷരി മുതൽ അവനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മൾ ഒരു തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ കിഷ്കിന്താണ്ട സമയം എനിക്ക് സ്ക്രിപ്റ്റ് കിട്ടിയ സമയത്ത് ഇത് വേറെ രീതിയിൽ പോകാമെന്നില്ല. എന്താണ് അന്ന് നമുക്കൊരു വാല്യൂ എന്നുള്ള ഒരു സാധനം ഇല്ലായിരുന്നു. നമ്മളിപ്പം കയറി വന്ന ആൾക്കാർ അപ്പം നമ്മളിങ്ങനെ കുറച്ചും കൂടി ഒരു വാല്യൂ ആർട്ടിസ്റ്റിനെ ഇൻഡസ്ട്രിയിലെ കുറച്ചും കൂടിയും വാല്യൂ ഉള്ള ആർട്ടിസ്റ്റിനെ എടുത്തിട്ട് ചെയ്യാന്നുള്ള തോട്ടിൽ ഇങ്ങനെ നിന്നതായിരുന്നു. അപ്പം അത് കോംപ്രമൈസ് ആയിരുന്നു സ്ക്രിപ്റ്റ് വൈസ് അല്ല. എന്ന് പറഞ്ഞാൽ കുറച്ച് ഏജെല്ലാം കുറച്ച് കൂട്ടേണ്ടി വരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു തോട്ടിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കിഷ്കിന്താണ്ട പിന്നെ നമ്മൾ വിട്ടു. കിഷ്കിന്താണ്ട ഹിറ്റായി. പിന്നെ നമ്മൾ ആലോചിച്ചു എന്തിനാ നമ്മൾ അങ്ങനെ ഒരു കോംപ്രമൈസിലേക്ക് പോകുന്നു. അങ്ങനെ നമ്മൾ തിരിച്ചു ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ ഏജ് വൈസ് നമുക്ക് ഒരു 25 അറൗണ്ട് ആളെയാവണ്ടേ. അപ്പം നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ അറൗണ്ടിലുള്ള ആൾക്കാർ കുറച്ച് പേരേ ഉള്ളൂ. ആ കുറച്ച് പേരുള്ള ഒരാളാണ് സന്ദീപ്. അപ്പോൾ സന്ദീപ് എന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല ഒരു ഫിസിക്കൽ ഉള്ളതുകൊണ്ട് നമുക്ക് ഓക്കെ നമ്മുടെ ക്യാരക്ടറായിട്ട് മാച്ചാണ്. പിന്നെ ആക്ടിങ് വൈസും നമുക്ക് പടക്കളെല്ലാം കണ്ടതിന്റെ പടക്കളെല്ലാം ആ സമയത്ത് ഇറങ്ങിയിട്ടില്ല. കൂടെ നമുക്കൊരു ഇൻറ്റ്യൂഷൻ ഉണ്ടായിരുന്നു. പടക്കളെല്ലാം അത് ഇറങ്ങിയതിനു ശേഷം പിന്നെ അത് ഫുൾ ധൈര്യമായിരുന്നു. അപ്പോൾ കൈനിറയെ പ്രോജക്റ്റുകൾ വരട്ടെ. വളരെ സന്തോഷവും സമാധാനമുള്ള സിനിമകൾ ചെയ്യാൻ കഴിയട്ടെ. പല പല ഓണേഴ്സിലുള്ള സിനിമകൾ ചെയ്യാൻ കഴിയട്ടെ. ഇഷ്ടം എന്താണ് ഒരു പാഷൻ എന്ന രീതിയിലേക്ക് എല്ലാം ചെയ്യട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. സംവിധായകൻ ദിൻജിത്ത് അയ്യത്താൻ പങ്കെടുത്ത പരിപാടിയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നിർവഹണം NS ജയമോഹൻ. സഹായം സയ്യദ് അൻവർ. ചിത്രപതംഗം. അവതരണം ആകാശവാണി കൊച്ചി നിലയം.